ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC മോഡൽ IT പരീക്ഷ 2026 ചോദിച്ച ചില ചോദ്യങ്ങൾ ഡേറ്റാബേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. DB ബ്രൗസർ ഫോർ SQLite ടേബിൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ടേബിളിലേക്ക് റെക്കോർഡുകൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്യൂട്ടബിൾ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളത് 3 സ്യൂട്ടബിൾ ആയിട്ടുണ്ട്, 2 സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. നമുക്കറിയാം ബ്രൗസർ ഡേറ്റ എന്ന ആ ഒരു ടാബ് സെലക്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഡേറ്റയിലേക്ക് കടക്കാൻ കഴിയൂ. നമുക്കറിയാം ഇപ്പോൾ ഡേറ്റാബേസ് സ്ട്രക്ചറിലാണെങ്കിൽ ബ്രൗസ് ഡേറ്റയിലേക്ക് വരണം, ഒന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇത് യോജിക്കുന്നതാണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആൻസർ അല്ല. ന്യൂ ഡേറ്റാബേസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കറിയാം DBയിൽ ന്യൂ ഡേറ്റാബേസ് ക്ലിക്ക് ചെയ്യുന്ന പുതിയൊരു ഡേറ്റാബേസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ന്യൂ ഡേറ്റാബേസ് നിർമ്മിച്ച് കഴിയുമ്പോൾ മാത്രമാണ് ടേബിളിന് പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരിക. ടേബിളിന് പേര് കൊടുക്കുന്നത് അത് ടേബിൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഇവിടെ ഈ ന്യൂ ഡേറ്റാബേസ് ഇത് യോജിക്കാത്തതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ B കറക്റ്റായിട്ട് വരുന്നു. ഇനി റെക്കോർഡുകൾ ഉൾപ്പെടുത്തുന്ന ടേബിൾ സെലക്ട് ചെയ്യുക. അതുപോലെ റെക്കോർഡ് എൻ്റർ ചെയ്യണമെങ്കിൽ ബ്രൗസ് ഡേറ്റയിലെ ടേബിൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് യോജിക്കുന്നതാണ്. അതുപോലെ ഇൻസേർട്ട് ന്യൂ റെക്കോർഡ് ടു കറണ്ട് ടേബിൾ പറയുമ്പോൾ ഇവിടെ ന്യൂ റെക്കോർഡ് ടു കറണ്ട് ടേബിൾ എന്നത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ഡീറ്റെയിൽസ് അതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ Bയും ഓപ്ഷൻ Eയുമാണ്. ഇത് ടേബിൾ നിർമ്മിക്കുന്നതിനും അതുപോലെ ഒരു ഡേറ്റാബേസ് നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ ടെക്സ്റ്റ് ഫീൽഡായി ഉൾപ്പെടുത്താൻ പറ്റുന്ന ടെക്സ്റ്റ് ടൈപ്പായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഫീൽഡുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫീൽഡുകൾ നമുക്ക് നോക്കി കാണാം. സ്റ്റുഡൻറ്റ് IDയിൽ ഇവിടെ നമ്പറും ടെക്സ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് ടെക്സ്റ്റും അതുപോലെ നമ്പറും ചേർക്കാം. ഇവിടെ പേരുകൾ മാത്രമാണ്. അപ്പോൾ ഇത് നമുക്ക് ടെക്സ്റ്റായിട്ട് ചേർക്കാം. സ്റ്റുഡൻറ്റ് IDയും നെയിമുമാണ്. മറ്റുള്ളതെല്ലാം തന്നെ നമ്പേഴ്സ് ആയതുകൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പോൾ സ്റ്റുഡൻറ്റ് IDയും നെയിമുമാണ് ഈ ഒരു പർപ്പസിന് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ Aയും ഓപ്ഷൻ Bയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. കൊടുത്തിരിക്കുന്നതിൽ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യാൻ പാടില്ലാത്തത് സ്യൂട്ടബിൾ അല്ലാത്തത് ഏതാണ്? അതായത് അത് റിപ്പീറ്റ് ചെയ്ത് വരാം. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ളവയെ ഒരിക്കലും നമുക്ക് പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിലേതാണ് അങ്ങനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പാടില്ലാത്തത്? നമുക്കറിയാം ഏജ് ഇപ്പോൾ 11 വയസ്സുള്ളത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരാം, 10 വയസ്സുള്ള റിപ്പീറ്റ് ചെയ്ത് വരാം. ഇപ്പോൾ ഒരിക്കലും നമുക്ക് ഏജ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പേര് പലപ്പോഴും ഒരേ പേരുകൾ തന്നെ, ഇപ്പോൾ അമൽ PS ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ പേരും ഏജും നമുക്കൊരിക്കലും പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാനും കഴിയില്ല. പക്ഷേ സ്റ്റുഡൻറ്റ് IDയും അഡ്മിഷൻ നമ്പർ, ആധാർ ഇതെല്ലാം ഒരാൾക്ക് ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യാം, പക്ഷേ ഇത് രണ്ടും സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് സ്റ്റുഡൻറ്റ് നെയിമും അതുപോലെ സ്റ്റുഡൻറ്റിൻ്റെ ഏജും. അപ്പോൾ ഓപ്ഷൻ Cയും ഓപ്ഷൻ Eയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പരസ്പര ബന്ധമുള്ള ഡീറ്റെയിൽസിൻ്റെ അതൊരു കൃത്യമായി അടുക്കും ചിട്ടയോടെ വെച്ചിരുന്നാൽ ആ ഒരു ടേബിളുകളുടെ ഗ്രൂപ്പിന് എന്ത് പേരാണ് വിളിക്കുന്നത്? ഇപ്പോൾ കുറേ ടേബിളുകൾ അത് കൃത്യമായിട്ട് പരസ്പരം റിലേഷനുണ്ട്, തമ്മിൽ കണക്റ്റഡ് ആണ്, അതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, കുറേ റെക്കോർഡുകളുണ്ട്. ഡീറ്റെയിൽസിൻ്റെ ഒരു ഗ്രൂപ്പിന് എന്ത് പേരാണ് വിളിക്കുന്നത്? ഡേറ്റാബേസ് എന്നാണ് അതിൻ്റെ പേര്. ഓപ്ഷൻ D ഡേറ്റാബേസ് എന്നുള്ളതാണ്. ഇവിടെ ഒരു ഡേറ്റാബേസിൽ കൺട്രി ID എന്ന ഫീൽഡിൽ ഏത് ഡേറ്റ ടൈപ്പാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ കൺട്രി IDയിലേക്ക് നമ്മൾ നോക്കിയാൽ ഇവിടെ അക്ഷരങ്ങളുമുണ്ട്, അതുപോലെ നമ്പറുകളുമുണ്ട്. അപ്പോൾ മിക്സഡായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ടെക്സ്റ്റ് ടൈപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ C ടെക്സ്റ്റ് എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. ഇവിടെ ടോട്ടൽ ഗോൾസ് അതിൻ്റെ ഫീൽഡ് ഏത് ഡേറ്റ ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് നോക്കിയാൽ കാണാം. ഇത് നമ്പറാണ്. ടോട്ടൽ ഗോൾസ് ഒരിക്കലും ഡെസിമൽ നമ്പർ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ ആയിട്ട് തന്നെ നൽകണം. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ A ഇൻറ്റിജർ എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. DB ബ്രൗസർ ഫോർ SQLite കൊടുത്തിരിക്കുന്ന ടേബിളിൽ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ സനത് ജയസൂര്യയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണിത്. അടുത്ത സച്ചിൻ തെണ്ടുൽക്കറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസിനെയും നമ്മൾ വിളിക്കുന്നത് റെക്കോർഡുകൾ എന്നാണ്. അതല്ലാതെ ഈ കോളങ്ങൾ മാത്രം പ്ലെയർ ID, പ്ലെയർ നെയിം, ടോട്ടൽ റൺസ് ഇതിനെ പറയുന്നത് ഫീൽഡുകൾ എന്നാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഭാഗം ഒന്ന് നമുക്ക് പരിശോധിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്ലെയർ ID, പ്ലെയർ നെയിം, ഇങ്ങനെ ഈ ടോട്ടൽ റൺസ്, ഇങ്ങനെ ഈ ഹെഡിങ്ങൾ വരുന്ന പ്ലെയർ ID, പ്ലെയർ നെയിം.
ഇതിനെ ഫീൽഡുകൾ എന്ന് വിളിക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളെ റെക്കോർഡുകൾ എന്നാണ് വിളിക്കുന്നത്. ഇതെല്ലാം ഓരോ റെക്കോർഡുകളാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി റെക്കോർഡ്സ് എന്നുള്ളതാണ്. കൂടുതൽ ചോദ്യങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇതുവരെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.